നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 5 വാർത്തകളിലേക്ക് സ്വാഗതം. മംഗളൂരു വോട്ട് ചോർന്ന വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിക്കെതിരെ നടൻ പ്രകാശ് രാജ് പ്രതികരിച്ചു. അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണോ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ ചോദിച്ചതിന് മറുപടിയായി സ്ത്രീകളുടെ അനുവാദം വാങ്ങിയിട്ടാണോ CCTVകൾ സ്ഥാപിച്ചത്? പോളിംഗ് ബൂത്ത് വസ്ത്രം മാറുന്ന മുറിയല്ല. ഞങ്ങൾക്ക് ആവശ്യം സുതാര്യതയാണ് എന്നാണ് പ്രകാശ് രാജിന്റെ വിമർശനം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വോട്ടർമാരുടെ ഫോട്ടോകൾ അനുവാദമില്ലാതെ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചതും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മുൻ സുപ്രീം കോടതി ജഡ്ജി വി സുദർശൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 2025 സെപ്റ്റംബർ 9 നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ നേരിടും. 1946 ആന്ധ്രാപ്രദേശിൽ ജനിച്ച സുദർശൻ റെഡ്ഡി ഒസ്മാനിയ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടി. 2007-2011 കാലയളവിൽ സുപ്രീം കോടതിയിൽ ജഡ്ജിയായി സേവനം ചെയ്തു. ഗുവാഹട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയി ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്തു. ജിമ്മിൽ നിന്ന് 10,000 രൂപയും ചില രേഖകളും മോഷ്ടിച്ചതായി പരാതി. സംഭവത്തിന്റെ CCTV ഫുട്ടേജ് പോലീസിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുൻപ് ജിൻഡോയ്ക്കെതിരെ ലൈംഗിക പീഡനവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളും ഉയർന്നിട്ടുണ്ട്. കുവൈറ്റിൽ വ്യാജമദ്യം കുടിച്ച് ഗുരുതരാവസ്ഥയിലായ പ്രവാസികളെ കാത്തിരിക്കുന്നത് നാടുകടത്തലുകളും കർശന നടപടിയാണ്. ഇതുവഴി അവർക്ക് ആരോഗ്യവും തൊഴിലും നഷ്ടപ്പെട്ടു. തിരികെ എത്തുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാകുന്നു. ദുരന്തത്തിൽ 23 പേർ മരിച്ചിരുന്നു. 160 പേർ ചികിത്സയിലുമാണ്. 20-ലധികം പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും വൃക്ക തകരാറിലാകുകയും ചെയ്തു. മലയാളികൾ ഉൾപ്പെടെ 40 ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു 6 പേർ മലയാളികളാണ്. ദുരന്തത്തിന് കാരണക്കാരായ 7 പേരെയും അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യ ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 9 മുതൽ UAE വെച്ചാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. ഇത്തവണ 2020 ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് നടത്തുന്നത്. മലയാള താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടി. സഞ്ജു അഭിഷേക് തന്നെയായിരിക്കും ടീമിനായി ഓപ്പൺ ചെയ്തു. സൂര്യകുമാറാണ് ഇന്ത്യയെ നയിക്കുന്നത്. ശുഭൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ടീമിലുണ്ടാവും. ജയ്സ്വാളും ശ്രേയസ് അയ്യരും ടീമിൽ ഇടം നേടിയില്ല. ജസ്പ്രീത് ബുംറ ടീമിനൊപ്പം ഉണ്ട്. സിറാജിന് വിശ്രമം നൽകി. ബുംറയ്ക്കൊപ്പം അക്ഷർദീപ്, ഹർഷിത റാണ എന്നിവരാണ് സീമന്മാരായിട്ടുള്ളത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.